ടേബിളിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ആദ്യ സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് +5 നെറ്റ് റൺ റേറ്റ്, 2-ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക +3 നെറ്റ് റൺ റേറ്റ്, 3-ാം സ്ഥാനത്ത് ഇന്ത്യ -3 നെറ്റ് റൺ റേറ്റ്, സിംബാബ്വെ 4-ാം സ്ഥാനത്ത് -5 നെറ്റ് റൺ റേറ്റ്. ഇന്ന് നടക്കാൻ പോകുന്ന 2 കളി 3 മണിക്ക് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് എന്ന കളി ഇന്ത്യൻ ആരാധകർ എല്ലാവരും സൗത്ത് ആഫ്രിക്കൻ ആരാധകരായി മാറാൻ പോകുന്ന മത്സരമായിരിക്കും അത്. കാരണം എന്ത് വന്നാലും സൗത്ത് ആഫ്രിക്ക ജയിച്ചേ മതിയാകൂ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ അത് എളുപ്പമല്ല. വെസ്റ്റ് ഇൻഡീസ് ഒരു പവർ ഹൗസ് ആണ്. അവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഗംഭീരമായ ബാറ്റർമാരാണ്. അത് ഇപ്പൊ ബ്രാൻഡൻ കിങ് ആയാലും തുടക്കത്തിൽ ഷായ് ഹോപ്പ് ഒരു പ്രതീക്ഷയും തരുന്നുമില്ല. എന്നാൽ മൂന്നാമത് ഷിംറോൺ ഹെറ്റ്മയർ ആവട്ടെ, റോമൻ പവൽ ആയിക്കോട്ടെ, റുദർഫോർഡ് ആയിക്കോട്ടെ, ജേസൺ ഹോൾഡർ ആയിക്കോട്ടെ, പവർ ഹൗസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ, ഏഡൻ മാർക്രമിന്റെ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇനി അഥവാ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ ഇന്ത്യക്ക് ശക്തമായ രീതിയിൽ ഒരു വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സൗത്ത് ആഫ്രിക്ക ആരാധകരായി മാറുക എന്നതാണ് ഒന്നുകൂടെ പറയാനുള്ളത്. രണ്ടാമത് ഇനി ഇന്ത്യ സിംബാബ്വെ കളിയിലേക്ക് വരും. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായ സുധാൻഷു കോട്ടക്കലിനെ പറഞ്ഞൊരു കാര്യം, ടീമിൽ ചേഞ്ചസ് ഉണ്ടാകും. അതായത് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് സൂപ്പർ 8 ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ട് പോലും ഇന്ത്യക്ക് ഒരു പെർഫെക്റ്റ് 11 കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബാക്കിയുള്ള ടീമൊക്കെ തന്നെ അവരുടെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ശരിയാക്കി 11 പേരെ ഇറക്കി ആ കൃത്യമായി 11 ചാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും മാറ്റങ്ങൾ വേണ്ടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ ഇന്ന് കളിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം, നിങ്ങൾ ഈ ഓപ്പണിംഗ് കോമ്പിനേഷന് മാറ്റുമോ, സഞ്ജുവിനെ നടുക്ക് കളിപ്പിക്കുമോ എന്നൊക്കെയാണ്. നിലവിലത്തെ സാഹചര്യ പ്രകാരം സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങും. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിന് ഇറങ്ങുന്നു. 3-ാം സ്ഥാനത്തിരിക്കുന്ന തിലക് വർമ്മയുടെ പൊസിഷൻ മാറ്റാനുള്ള സാധ്യതകൾ ഏറുകയാണ്. 3-ാം സ്ഥാനത്ത് ഇഷൻ കിഷൻ വരുന്നു. 4-ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യയുടെ പൊസിഷൻ മാറുന്നില്ല. 5-ാം സ്ഥാനത്തേക്ക് വരെ തിലക് വർമ്മയെ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ. അപ്പോ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് അപ്പൊ സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയും കൂടിയാണ്. പക്ഷേ ഈ ഓപ്പണിംഗ് പൊസിഷൻ ഇതുവരെ തിളങ്ങാത്ത, ഒന്നുകിൽ അഭിഷേക് ശർമ്മ ഡക്കാവും, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ ഡക്കാവും എന്ന് പറയുന്ന പോലെ ഈ ഓപ്പണിംഗ് അങ്ങോട്ട് തിളങ്ങുന്നില്ല. ആകെ തിളങ്ങിയ ഒരു മത്സരം നവീപിക്കെതിരെയാണ്. ആ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് സഞ്ജുവാണ്. അപ്പൊ അതുകൊണ്ട് സൂപ്പർ 8 ഇതുപോലൊരു നിർണായക മത്സരത്തിൽ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരാൻ പോവാണ്. അതിൽ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്.